എൻ്റെ ഇപ്പോൾ ഗൈറോ ഇതിനകത്തെല്ലാം 0 ആണ്. സോ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡിഫറൻസ് എന്നാ. ഓക്കെ, ഇപ്പോൾ അനങ്ങത്തില്ല സ്ക്രീനൊന്നും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്ന ആ ഒരു സെൻസിറ്റിവിറ്റി സെറ്റാക്കാം. ഞാൻ 42 വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, നമ്മുടെ റൈറ്റ് തമ്പ് വെച്ച് സ്ക്രീൻ മൂവ് ചെയ്യുന്ന ആ ഒരു സെൻസിറ്റിവിറ്റിയാണ്. എന്നിട്ട് ഞാൻ ഫയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഫയർ ചെയ്യുമ്പോൾ എനിക്ക് അനക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വെക്കുവാണെങ്കിൽ ഇവിടെ മാത്രമേ എനിക്ക് ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് പാടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ. അവിടെയാണ് നമ്മൾ ഈ എ ഡി എസ് സെൻസിറ്റിവിറ്റി വരുന്നത്. ഇപ്പം ഞാൻ ഈ TPP നോൺ സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് മാറ്റി വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒരു 53 വെച്ചിട്ടുണ്ട്. ഡൺ. ഓക്കെ, ഞാനിപ്പോൾ ഫയർ ചെയ്യുമ്പോൾ എനിക്ക് എയിം ട്രാൻസ്ഫർ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫയർ ചെയ്യുമ്പോൾ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 35 തൊട്ട് ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഒരു 35 ഇടുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് 5 വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ADS സെൻസിറ്റിവിറ്റി ആൻഡ് ആ ഒരു സ്ക്രീൻ സ്വൈപ്പിംഗ് ഇങ്ങനെ നമുക്ക് സെറ്റാക്കാമെന്നാണ്. ഇപ്പോൾ ഗൈറോ ആൻഡ് ADS ഗൈറോ എങ്ങനെ നമുക്ക് സെറ്റാക്കാമെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലേ. നമ്മുടെ ഗൈറോ ഞാൻ 0 വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ തമ്പ് വെച്ച് അനക്കാന്നല്ലാതെ സ്ക്രീൻ ഷേക്ക് ചെയ്താൽ പോകത്തില്ല. ഓക്കെ, ഗൈറോ ഒരു 150 ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഫയർ ചെയ്യുമ്പോൾ ഗൈറോ വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എയിം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ ഫയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ, ഫയർ എവിടെയാണോ വെച്ചാൽ അവിടെ പറ്റത്തില്ല. കണ്ടോ, ഫയർ ഫ്രീ സെൻസിറ്റിവിറ്റി മാത്രമേ വരത്തുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഈ ADS ഗൈറോ വർക്കാവുന്നത്. ഞാനിതൊരു 150 ഓക്കെ 161 തന്നെ വെച്ചോ. നമുക്ക് ഇത് ഫയർ ചെയ്യുന്ന സമയത്ത് യൂസ് ആവുന്നത്. സോ നമുക്ക് എത്രയാണോ വേണ്ട സ്മൂത്ത് അതിനനുസരിച്ച് നമ്മൾ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്മൂത്ത് വേണ്ടത്ര നമുക്ക് എന്നെക്കൊണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ADS ഗൈറോയും നോർമൽ ഗൈറോയും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ADS ഗൈറോ ഫയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റി നിങ്ങൾ നോർമലി ഒരു ഗൈറോ 150 തൊട്ട് നിങ്ങൾക്ക് അങ്ങനെ 5 പ്ലസ് ചെയ്ത് പോകാമെന്നുള്ളൂ.